നമ്മളൊരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയ സമയത്ത് സംഭവിച്ചതാണ്. എന്നെ കണ്ടുമുട്ടിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ പ്രൊഫഷണൽ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നില്ല. ഇപ്പോൾ സ്ഥാപനവും പരിപാടികളൊക്കെയാണ്, സ്വന്തം പരിപാടികൾ, റെമഡിയൽ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും. അപ്പോൾ അതുകൊണ്ട് കാര്യമായ രീതിയിൽ കൗൺസിലിംഗ് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിലും ഇപ്പോൾ അടുത്തൊരു ക്യാമ്പിന് അങ്ങനെ പോയ സമയത്ത് അവിടുത്തെ ഒരു കുട്ടിയുടെ രക്ഷിതാവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുട്ടിയെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, പെൺകുട്ടിയായിട്ട് കണ്ടു. അപ്പോൾ ഒരു +2 ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് കൗൺസിലിങ്ങിന് വന്നത്. പൊതുവെ കൗൺസിലിങ്ങിന് വരുമ്പോൾ പിന്നെ നമ്മളൊരു കൗൺസിലറായി ഒരു പ്രൊഫഷണലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മനസ്സിലാവും, പലതരത്തിലുള്ള ആളുകളാണ് അതിൽ. പലരും വളരെ നിർബന്ധിത സാഹചര്യത്തിൽ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും പലരും വരിക. ആ വരുന്നത് പിന്നെ ചിലർ വരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നവരുണ്ടാവും, അത് വളരെ റെയർ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകളെ കൗൺസിൽ ചെയ്യാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വീട്ടുകാരെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അർദ്ധ മനസ്സോട് കൂടിയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് അവരെ കൗൺസിലിങ്ങിൽ അവരുടെ മനസ്സ് തുറപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ്. തീരെ ഞാനൊന്നും പുറത്ത് പറയില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു വരുന്നവരുണ്ടാവും, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ ഒക്കെ ആയിട്ട് കൗൺസിലിങ്ങിന് വരുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയമെടുക്കും. ഓരോ പ്രോസസ്സ് ഉണ്ട്. കൗൺസിലിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെയാണ് ഒരാളെ സമീപിക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, പിന്നെ ഏതായാലും ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പിന്നെ രക്ഷിതാവിൻ്റെ നിർബന്ധം കൊണ്ടാണ് വന്നത്. മനസ്സ് തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി വളരെ കൂളാണ്, വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കുറച്ച് സംസാരിച്ചപ്പോഴേക്കും നമുക്കത് മനസ്സിലായി, അത് പിന്നെ ഹാപ്പിനെസ് നമുക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്, പരമാവധി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പലതും മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒന്നും തുറന്നു പറയില്ല എന്ന് തീരുമാനിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. കുറച്ച് കഴിയുമ്പോഴാണ്, കുറച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, മോള് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഒരു കൗൺസിലിങ്ങിനൊക്കെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഉറക്കം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്, പിന്നെ അത് മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പഠനമൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ കുറച്ചങ്ങ് സംസാരിച്ച് വന്നു. സംസാരത്തിൽ നിന്ന് തന്നെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഒരു നല്ല റാപ്പോ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. അതായത് പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എന്തായി, ബ്രേക്കപ്പ് ആയതിനു ശേഷം പെൺകുട്ടി തന്നെ മനസ്സറിഞ്ഞ് ഒഴിവാക്കിയതാണ്. കാരണം പയ്യൻ അത്ര പിന്നെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നില്ല. പല തരത്തിലുള്ള പ്രയാസം ദുശീലങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. കുറച്ച് ഗൗരവമായിരുന്നു ആ വിഷയങ്ങൾ. ഡ്രഗ് അഡിക്റ്റ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി +1 10ാം ക്ലാസ്സിൻ്റെ സമയം മറ്റൊക്കെ തുടങ്ങിയൊരു പ്രണയമായിരുന്നു. +1 ഒക്കെ കുറച്ച് തീവ്രമായിട്ടുണ്ടായിരുന്നു. പക്ഷേ +2 സ്റ്റാർട്ട് ആയപ്പോഴേക്കും പിന്നെ ഇവൻ്റെ പല കേസുകൾക്ക് പെൺകുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ മെല്ലെ മെല്ലെ ബ്രേക്കപ്പ് ആയി. അവനെ സമ്മതപ്രകാരം തന്നെയാണ് ബ്രേക്കപ്പ് ആയത്. പക്ഷേ ഇപ്പോൾ +2 കഴിഞ്ഞു. പിന്നെ ഏതോ ഒരു എക്സാം, 2 എക്സാമോ മറ്റോ സപ്ലി ഒക്കെ ഉണ്ട്, 2 3 എക്സാം സപ്ലിമെൻ്ററി എന്തൊക്കെയുണ്ട്. അപ്പോൾ പിന്നെ അതിലൊരു വലിയ ബ്രേക്ക് വന്ന് കിടക്കുകയാണ് ഈ കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് ആയി, വളരെ ഹാപ്പിയായി, നല്ല രീതിയിൽ രണ്ടാളും പിരിഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ശല്യം രൂക്ഷമായി. അവൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, അതല്ലെങ്കിൽ ടെലഗ്രാം, പിന്നെ ഈവൻ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ പേയിലെങ്കിലും എന്ത് ചെയ്യുക, ഇവളെ എല്ലാ ദിവസവും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പലതരത്തിലും പിന്നെ അൺഫ്രണ്ട് ആക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ അപ്പോഴൊക്കെ മറ്റൊരു ഡിവൈസ് മോഡൽ എന്ത് ചെയ്യുന്നു, ഇവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര പ്രശ്നം. അപ്പോൾ ഈ പെൺകുട്ടിക്കത് കംപ്ലീറ്റ് ഇറിറ്റേഷനായി. അപ്പോൾ മാത്രമല്ല, ഒക്കെ ഒഴിവാക്കി. പിന്നീടും ചിലപ്പോൾ മുമ്പിലുണ്ടാകുന്ന നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കൂടി വേട്ടയാടിയിട്ട് പല സമയങ്ങളിലായിട്ട് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ കാണിച്ചു കുട്ടി. അതിൽ പ്രധാനമായിട്ടും ഈ വീട്ടുകാർ അവളോട് തുടക്കത്തിലേ പറഞ്ഞിരുന്നു അത് വേണ്ടാന്നുള്ളത്. കാരണം വീട്ടുകാർക്ക് ഈ പയ്യനെ അറിയുന്നത് കൊണ്ട്. പക്ഷെ പെൺകുട്ടിയുടെ നിർബന്ധം കൊണ്ടായിരുന്നു അവരെന്ത് ചെയ്തത്, സമ്മതിച്ചത്. പഠനം കഴിയട്ടെ, നടത്തിത്തരാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ശല്യം വീണ്ടും വീണ്ടും വരുമ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടിക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട്. വീട്ടുകാർ പറഞ്ഞിട്ടും ഞാൻ ചെയ്തതല്ലേ, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, പഠനം പലതും ഫെയിൽഡായി, 10 വരെയൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ.
അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഇവന്റെ ബുദ്ധിമുട്ടി പിന്നെ പ്രയാസപ്പെടുത്തൽ, ബുദ്ധിമുട്ടിക്കലൊക്കെ മാത്രമല്ല അവന്റെ ഓർമ്മകൾ പിന്നീട് ഇങ്ങനെ പലപ്പോഴായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ആ കുട്ടിക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും പിന്നെ ഈ പയ്യനെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ സ്വപ്നം കാണുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇത്തരം കുട്ടി പിന്നെ ഇവര് നമ്മളോട് എന്ത് ചെയ്യില്ല, തുറന്ന് പറയൂല. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സ് തുറപ്പിക്കാനുള്ള കുറെ മെത്തേഡുകളുണ്ട്. അത് ഉപയോഗിച്ച് മനസ്സ് തുറപ്പിക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഈ കൗമാരപ്രായമായ പെൺകുട്ടികൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സെൽഫ് ഹാം, പിന്നെ സ്വയം എന്ത് ചെയ്യുക, കൈയും കാലൊക്കെ മുറിക്കുക, സ്വയം വേദനിപ്പിക്കുക, എന്നിട്ട് അതിൽ പിന്നെ ഒരു സന്തോഷം കണ്ടെത്തുക, പിന്നെ ഇടക്കിടക്ക് ഒന്ന് സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നുക. ചെയ്യുകയൊന്നുമില്ലായിരിക്കും, പക്ഷെ എങ്കിൽ പോലും പലപ്പോഴായിട്ടും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ അത് പലതരത്തിൽ പല കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട്, അവരുടെ ലൈഫിനെ തന്നെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ് പലപ്പോഴും ചിലപ്പോൾ ഇത്തരം കുട്ടികളെയൊക്കെ നമ്മൾ കല്യാണത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് വേറെ കല്യാണമൊക്കെ ആയിരിക്കും തീരുമാനിക്കുക. പക്ഷേ ഈ ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പല പ്രശ്നങ്ങൾ പിന്നീട് പലത് വരും. അതിൽ നിന്ന് ഈ നല്ല ബന്ധമായിരിക്കും, അത് ബ്രേക്കപ്പ് ആവും. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ കേസുകളുണ്ട്. അപ്പോൾ ഇതൊരു ഒരു വലിയ കടലാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളതിൽ ഇറങ്ങി പിന്നെ ആവശ്യത്തിന് എന്താണ് വലുപ്പമുണ്ടത് എന്ന് പറഞ്ഞാൽ അത്രയും ഡെപ്ത് ആയി കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യണം ഈ കേസുകൾ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന് നമുക്ക് ഒരു കൗൺസിലർ എന്തൊക്കെയാണ് കൗൺസിലിങ്ങിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഒരു കൗൺസിലർക്ക് വേണ്ട ക്വാളിറ്റീസ് ചർച്ച ചെയ്യും. ഓക്കെ, ആ ക്വാളിറ്റീസിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് ഒരു നല്ല കൗൺസിലർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തരൊന്നും പറഞ്ഞു. ആക്റ്റീവ് ലിസണിങ് കപ്പാസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെയോ? ആ, നല്ലൊരു സുഹൃത്തായിരിക്കണം. ഓക്കെ, പിന്നെ എംപത്തറ്റിക് ആയിരിക്കണം. ഓക്കെ, പിന്നെ നല്ല നല്ല പേഷ്യന്റ് ആയിരിക്കണം. പിന്നെ ആ, അതാണ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് സംഭവം. പ്രൈവസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ആ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കണ്ടന്റിലേക്ക് വരാം. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ രഹസ്യമായി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോ പറയാം നമുക്ക്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തുറന്ന്, അതായത് പലരും പലതും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കില്ല വരിക. എങ്കിൽ പോലും എല്ലാം പറയണം, പിന്നെ നമുക്ക് എല്ലാം മനസ്സ് തുറന്നാണ് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആരോടും പറയരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഒരു നല്ല കൗൺസിലർ ആണെങ്കിൽ ആരോടും പറയണമെന്ന് ആഗ്രഹിക്കാത്ത, ആരോടും പറയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും അയാളുടെ മുമ്പിൽ ഇവർ പറഞ്ഞു പോകും. അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെത്തേഡ് ആ രീതി ഉപയോഗിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കംപ്ലീറ്റ് പറഞ്ഞു പോരുന്നതാണ്. പക്ഷേ അതൊരു കാരണവശാലും ഈ കൗൺസിലർ അതിനെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിനെയാണ് നമ്മളതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. രഹസ്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാം, നമ്മൾ ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിറ്റുകൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് ഒരു ഓവർവ്യൂ അല്ലേ നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നത് അല്ലേ? ആ, ഓക്കെ ഓക്കെ, ആ നോട്ട് ജസ്റ്റ് നിങ്ങളുടെ ഓപ്പൺ ആക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ക്ലാസ് ഏകദേശം പിന്നെ അതിന്റെ ഇത് നടന്നോ? പിന്നെ ആഷിഫ മിസ്സിന്റെ ക്ലാസ് നടന്നോ? ആരാണ് ക്ലാസ് എടുത്തത്? നിരഞ്ജന മിസ് ആണോ ആഷിഫ മിസ് ആണോ? ആ, എടുത്തിരുന്നു അല്ലേ? ആ ആ ആ ആ, ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നാണോ ക്ലാസ് നടക്കുന്നത്? അതിനിടയ്ക്ക് ക്ലാസ് നടന്നിട്ടില്ല? ആ, ഓക്കെ, നോക്കിക്കോളൂ. സെക്കൻഡ് കേട്ടോ.
ഓക്കെ, കാണുന്നുണ്ടോ? ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജി. ഓക്കെ, ഓക്കെ, യെസ് ഓർ നോ? എന്താ കാണുന്നത്? വരുന്നുണ്ടോ? ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് കാണുന്നുണ്ടോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആ, ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, ആ, ഇപ്പോഴോ? ഓക്കെ, ഓക്കെ. എങ്ങനെ, എന്താ കാണുന്നത്? ഇപ്പൊ മനസ്സിലാകുന്നില്ല. ഓക്കെ, 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 ഓക്കെ. ഇപ്പൊ അത്യാവശ്യം പരമാവധി സ്ക്രീനിലേക്ക് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്ന് പോകുന്നേ ഉള്ളൂ. ഒന്ന്, ഒരു കൗൺസിലിംഗിന്റെ ഗുണങ്ങളാണ് പറയുന്നത്, ഒരാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. ഓക്കെ, 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 ഓക്കെ. നോക്കിക്കോളൂ, ജസ്റ്റ് ഓരോന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്നങ്ങ് തുടങ്ങാം. ക്രിയേറ്റ് സെൽഫ് കോൺഫിഡൻസ്. നല്ല കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് നമുക്ക് തന്നെ ഓൾമോസ്റ്റ് പരിഹരിക്കാം കുറേയൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് എത്രത്തോളം നമുക്ക് കോൺഫിഡന്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് പിന്നെ തിങ്കിങ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് തന്നെ കുറേ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സെൽഫ് സെൽഫ് ആണ് പറയുന്നത്. മറ്റേ സമയത്ത് ഓക്കെ, ലാസ്റ്റ് വൈകരുത്. നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് പരമാവധി നേരത്തെ വന്നെങ്കിൽ മാത്രമേ. ഓക്കെ, പോട്ടെ. രണ്ടാമത് ബെറ്റർ റിലേഷൻഷിപ്പ്. നല്ല കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ആ മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ആരതോ മൈക്ക് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ. രണ്ടാമത് ബെറ്റർ റിലേഷൻഷിപ്പ്. നല്ല കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുടുംബങ്ങളിലാണെങ്കിലും വ്യക്തികൾക്കിടയിലാണെങ്കിലും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് ഒന്നുമില്ല, പ്രത്യേകിച്ച് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നതോട് കൂടിയിട്ടുണ്ടാകുന്ന നല്ല ബന്ധങ്ങളാണ്. ചില തെറ്റിദ്ധാരണകളൊക്കെ ആയിരിക്കും, അതൊക്കെ പല കൗൺസിലിംഗ് കൊണ്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മാറ്റങ്ങൾ പിന്നെ പെരുമാറ്റത്തിലും നല്ല ബന്ധങ്ങളിലും ഉണ്ടാവും. ഓക്കെ. പിന്നെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ പലപ്പോൾ രണ്ടാൾ തമ്മിലൊരു രണ്ടോ മൂന്നോ നാലോ ആളുകൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ 2 3 വർഷം കഴിഞ്ഞ് ബിസിനസ്സിന് ഒരു പക്ഷെ വേണ്ട പോലെ എന്താണ് ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഗ്രോത്ത് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഒരു പാർട്ട്ണർഷിപ്പ് രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. അതെന്താ കുറ്റപ്പെടുത്തലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 പേർക്കിടയിൽ ഓരോരുത്തർക്കും ഉണ്ടായ ലൂപ്പ് ഹോൾ മറ്റേയാൾ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും അല്ലേ? അവർ പിന്നെ എന്തും ആവട്ടെ, ചെറിയ ചെറിയ ചെറുകിട ബിസിനസ്സുകളാവട്ടെ, ഇപ്പോൾ കോഴി പിന്നെ വളർത്തൽ, 2 പേര് ചേർന്നിട്ട് കോഴി വളർത്തുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കച്ചവടം നടത്തുന്നു, ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇതിൽ ഒക്കെ പരസ്പരം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തും. അതെന്തിനാണ് ശ്രമം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയ്ക്ക് വീഴുന്നതിന് പകരം അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് പൊതുവേ പാർട്ട്ണർഷിപ്പ് ഡീലിങ്ങിൽ ഉണ്ടാവും, കുറച്ച് കൂടുതൽ ആളുകളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ. എന്നാൽ ചിലപ്പോൾ ഒരാൾ പ്രധാനപ്പെട്ട പ്രതിയായിരിക്കുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുറ്റപ്പെടുത്തലുകളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക. അങ്ങനെ ഈ കുറ്റപ്പെടുത്തി എല്ലാ കൊല്ലവും കൂടെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി വർഷങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആ ഫേമിനൊരു ഗുണം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു പിന്നെ വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ് സ്ഥാപനത്തിന് വേണ്ട രീതിയിൽ ഗ്രോത്ത് വരുന്നില്ലെങ്കിൽ ഒരുമിച്ച് ഇരുത്തിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് മനസ്സിൽ കിടക്കുന്ന ആശങ്കകൾ എന്നുണ്ടാവും. അത് പൂർണ്ണമായിട്ടും പരസ്പരം സംസാരിപ്പിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിന് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നേരിട്ട് പറയാതെ
പിന്നെ മറ്റുള്ളവരോട് പറയും. ചിലപ്പോൾ താഴെയുള്ള ജോലിക്കാരോടായിരിക്കും മറ്റു പാർട്ട്ണറിന്റെ കുറ്റങ്ങൾ പറയാം. അതങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ മറ്റേയാളുടെ കുറ്റങ്ങൾ എന്ത് ചെയ്യും, ജോലിക്കാരോട് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സമീപിക്കും. അങ്ങനെ ഈ ജോലിക്കാർക്ക് ഇപ്പൊ ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു ഐക്യമെല്ലാം ജോലിക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫേമിന് നല്ല വളർച്ച ഉണ്ടാവില്ല. ഓക്കെ. നേരെ മറിച്ച് പിന്നെ എന്താണ്, പാർട്ട്നേഴ്സ്, ഓണേഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഏത് പ്രതിസന്ധിയോ അവർക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ജോലിക്കാർക്ക്, സ്റ്റാഫുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ഥാപനം ഏറ്റവും എന്താണ് സ്റ്റേൺ ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും പൊളിയാനായ ഒരു സ്ഥാപനമാണെങ്കിൽ പോലും ഏറ്റവും മുകളിലുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് വളരെ സ്ട്രോങ് ആണ്, വളരെ കോൺഫിഡന്റ് ആണ് എന്ന് സ്റ്റാഫുകൾക്ക് തോന്നി തുടങ്ങിയാൽ, അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് സ്ഥാപനത്തെ വളർത്തും. പക്ഷെ നേരെ മറിച്ച് ഇവർക്കിടയിൽ ഓണേഴ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങളാണെന്ന് സ്റ്റാഫുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും സ്ഥാപനം വളരൂല. അത് വീണ്ടും താഴോട്ട് പോകാന്നല്ലാതെ സ്ഥാപനം വളരൂല. പിന്നെ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് വരിക. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നല്ല കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് ഫാമിലിയിലാണെങ്കിലും ഒരു ഫേമിലാണെങ്കിലും ഇനി നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും ഒക്കെ, അധ്യാപകർക്കും കുട്ടികൾക്കും ഇടയിലാണെങ്കിൽ പോലും, ഏതാണെങ്കിലും. പിന്നെ പിന്നെ റീഗെയിൻ ബാലൻസ്, കുറെ ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല. ലെസ് ആങ്സൈറ്റി, പിന്നെ റിസോൾവ് പാസ്റ്റ് ട്രോമാസ്, മുൻപ് എന്തെങ്കിലും സംഭവിച്ച ട്രോമകളൊക്കെ ഒന്ന് എന്തെങ്കിലും വലിയ മനസ്സിന് ആഘാതം ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക. നല്ല ബന്ധങ്ങളിൽ സെറ്റ് ബൗണ്ടറീസ്, ഒരു ബൗണ്ടറി വെക്കുക. എല്ലാ സ്ഥലത്തും എല്ലാം കയറി പറയാൻ പറ്റുന്ന, എല്ലാം എന്താണ് ഏറ്റവും ഫ്രീഡത്തോടെ എല്ലാവരോടും ഇടപഴകുന്ന രീതിയിലൊന്നും പൊതുവേ ഒരു സമൂഹത്തിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാം, ഓരോന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓരോന്നോരോന്ന് വായിച്ചു തരാം. ഓക്കെ. മൂന്നാമത്തെ എന്താ പറഞ്ഞത്, റിസോൾവ് പാസ്റ്റ് ട്രോമാസ്. അതായത് മുൻപ് എന്തെങ്കിലും നമുക്ക് ട്രോമകൾ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണ് എന്താ ഈ ചെറിയ പ്രായങ്ങളിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും സെക്ഷൽ അബ്യൂസോ, ഇനി അതല്ല എന്താ പറയാ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടോ മറ്റൊക്കെ സംഭവിക്കുന്ന സെക്കൻഡ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ക്ലാസ്സിന്റെ ഇടക്ക് നിങ്ങൾ വരുമ്പോൾ അത് ക്ലാസ്സിനെ മൊത്തത്തിൽ ബാധിക്കും. ഇപ്പൊ 8:26 വോയിസ് ഈസ് നോട്ട് ക്ലിയർ. പറയുന്നത് കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ലേ? ഓക്കെ. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത്, നമുക്ക് 1 മണിക്കൂറാണ് നമ്മുടെ സമയം. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ എല്ലാവരെയും ബാധിക്കും. അപ്പം കറക്റ്റ് ഒരു ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും, 9 മണിക്ക് മുമ്പെങ്കിലും കയറാൻ ശ്രമിക്കണം. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ഏകദേശം ഒരു 3-4 ആളുകൾ ഈ സമയങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അവസാനം അവർ പറയുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് കൂടുതൽ പിന്നെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരികയാണ്. തുടക്കത്തിൽ ചിലപ്പോൾ പറഞ്ഞത് വീണ്ടും പറയേണ്ടി വരും. ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പരമാവധി നേരത്തെ വരിക കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഓരോന്നോരോന്ന് വേഗം പറയാം. ബെറ്റർ റിലേഷൻഷിപ്പ് പറഞ്ഞു, ഗ്രേറ്റർ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞു, ലെസ് ആങ്സൈറ്റി പറഞ്ഞു. ആങ്സൈറ്റി ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, എന്താണ് സൈക്കോളജിയിൽ ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു. റിസോൾവ് പാസ്റ്റ് ട്രോമാസ് പറഞ്ഞു, അതായത് മുൻപ് കാലങ്ങളിൽ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സെറ്റ് ബൗണ്ടറീസ് പറഞ്ഞു. റിലീഫ് സ്ട്രെസ് പറഞ്ഞു. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ് ഉണ്ടാവും, മാനസിക ബുദ്ധിമുട്ടുകൾ. ഇത്തരം സമയങ്ങളിൽ നമുക്ക് തന്നെ റിലീവ് ചെയ്യാൻ പറ്റും പല സമയങ്ങളിലായിട്ട്. ലേൺ അസർട്ടീവ്നെസ്. ലേൺ അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനാണ് അസർട്ടീവ്നെസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ട്, പല കാര്യങ്ങളും ചാഞ്ചാട്ടം ഉണ്ടാവും പല കാര്യങ്ങൾക്കും. എപ്പോഴും ഒരു
എന്താണ് ഒരു പേടി അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലായ്മ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഉറപ്പ് നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ കഴിയും. ഓക്കെ. അതോടെ തന്നെ റീഗെയിൻ ബാലൻസ്, പല കാര്യങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്കൊക്കെ ഒരു 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 എന്താണ് ഒരു പിന്നെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒരു സ്റ്റാൻഡിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇത് പൊതുവേ നമുക്കൊരു കൗൺസിലിംഗ് നമ്മൾ നടത്തി കഴിയുമ്പോഴോ അല്ലെങ്കിൽ അത് പിന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സ്പീഡപ്പ് ആയിട്ട് പോകാം ഓരോന്നോരോന്ന്. പിന്നെ യു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ബെറ്റർ, നമുക്ക് നമ്മളെ തന്നെ നന്നായിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓരോന്ന് വായിച്ചു പോവാണേ, നോട്ട് ചെയ്യാൻ ജസ്റ്റ് ഹെഡിങ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ യു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും, ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, യു ക്യാൻ വർക്ക് ഇൻ സ്കൂൾ, എന്താണ് ബെനിഫിറ്റ്, നല്ല പിന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ പിന്നെ കൗൺസിലറായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ കൗൺസിലറൊക്കെ ആയിട്ട് ജോലി ചെയ്യാം. ഇനിയിപ്പോൾ കൗൺസിലേഴ്സിനെ തന്നെ മാത്രം എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഴയതുപോലെയൊന്നും അല്ലല്ലോ. ടീച്ചേഴ്സൊക്കെ പിന്നെ കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ പിന്നെ സ്റ്റുഡൻറ് കൗൺസിലിംഗ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ. ഇനിയും അത് കൂടിക്കൊണ്ടിരിക്കേ ഉള്ളൂ. ഓക്കെ, ദെൻ ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ദെൻ യു ക്യാൻ മേക്ക് ഡിഫറൻറ്റ് ഇൻ സൊസൈറ്റി, സമൂഹത്തിൽ നമുക്കൊരു വ്യത്യസ്തനാവാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ? ഓക്കെ, സ്പീഡപ്പ് ആയിട്ട് അങ്ങ് പോട്ടെ. ദെൻ നെക്സ്റ്റ്, ആ നോട്ട് തരാം, നോട്ട് അയച്ചുതരാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് അയക്കാത്തത് അത് രണ്ട് പിന്നെ ക്ലാസ്സും കൂടി ഒറ്റ നോട്ട് ആയതുകൊണ്ടാണ്. ഞാനൊന്ന് ടെക്സ്റ്റ് അയച്ചിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്പീഡപ്പ് ആയിട്ട് പോണേ. പിന്നെ നോക്കിക്കോളൂ, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ഓഫ് കൗൺസിലിംഗ്. ഇത് നമ്മൾ ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ വിശദീകരിച്ച് ഓരോന്ന് പറയും. അത് ഓരോന്നിനും ഓരോന്നിൻ്റെ വ്യത്യസ്ത രീതികളുണ്ട്, അതൊക്കെ പറയും. പ്രധാനമായിട്ടും കൗൺസിലിംഗ് ഈസ് നീഡഡ് ഇൻ മെനി ഏരിയാസ് ഓഫ് സൊസൈറ്റി ടു ഹെൽപ്പ് പീപ്പിൾ ലിവ് ബെറ്റർ ലിവ്സ് അല്ലേ. സം ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, അതായത് എല്ലാ മേഖലയിലും നമുക്കിത് ആവശ്യമാണ്. പ്രധാനമായിട്ടും ഒന്ന് സ്കൂൾ ആൻഡ് കോളേജസ്, സ്കൂളുകളും കോളേജുകളും എല്ലാ സ്ഥലങ്ങളിലേക്കും ആവശ്യമാണ്. ചെറിയ കുട്ടികൾ മുതൽ തന്നെ, ചെറിയ മക്കൾ മുതൽ തന്നെ, ഇപ്പോൾ ഒരു 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതലെങ്കിലും കൗൺസിലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ പിന്നെ ചെറിയ ഒരു കുട്ടിത്തായിരിക്കും, പക്ഷേ കുറച്ചും കൂടി ഒരു 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ച് ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഏർലി ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ഉം 12ഉം ഏർലി ടീനേജ് ആണ്. 11ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്കൂൾസ് ആൻഡ് കോളേജസ്, സ്കൂളുകളും കോളേജുകളിലേക്ക് ആവശ്യമാണ്. ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് സ്റ്റഡീസ്, സ്ട്രെസ് ആൻഡ് പേഴ്സണൽ പ്രോബ്ലംസ് അല്ലേ. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ആ ആ പറഞ്ഞു. ആ ആ അത് നമുക്ക് അത് പറയാം, അതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് പിന്നെ അതായത് നമ്മുടെ സിലബസ് പോകുന്നത് ഈ ഒരു ഇന്ന് നാളെ അടുത്ത സെഷനോട് കൂടിയിട്ട് നമുക്ക് കൗൺസിലിംഗ് പ്രോസസ്സിലേക്കാണ് കിടക്കുക. അത് ഒരു 5-6 സ്റ്റെപ്പുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്ന വ്യത്യസ്ത ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കൗൺസിലിംഗിലേക്ക് വരും. അപ്പോൾ അതിൽ പിന്നെ ഫാമിലി കൗൺസിലിംഗ്, കപ്പിൾ കൗൺസിലിംഗ്, പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്കൂൾ കൗൺസിലിംഗ്, പിന്നെ ടീനേജ് കൗൺസിലിംഗ്. പക്ഷെ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷെ നിങ്ങൾക്കത് പിന്നെ എല്ലാ കുട്ടികളെയും സ്വന്തം വീട്ടിൽ നിന്ന് നമുക്കത് കുട്ടികളായതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ സക്സസ് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സമീപനങ്ങളിലൊക്കെ പലതും മാറ്റം വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് അഡോളസന്റ് കൗൺസിലിംഗ് ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അത് വിശദീകരിച്ച് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? പരം അത് അധികം വൈകൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഓരോ സെഷൻ കഴിയലോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് കിടക്കാം. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ നമുക്കൊരു 11 വയസ്സ് മുതൽ ഇങ്ങനെ ഒരു ഏർലി അഡോളസന്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. 13ലാണ് കറക്റ്റ് തുടങ്ങുന്നതെങ്കിൽ പോലും
11ഒക്കെ ആകുമ്പോഴേ കുട്ടികളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. അപ്പൊ അത് ഓരോ വയസ്സുകളിൽ ഇപ്പൊ 13 വയസ്സും മുതൽ 15 വയസ്സ് വരെ, 15 ടു 17, 17 ടു 19 എന്നൊക്കെ പറയുന്ന ഒരു വ്യത്യസ്ത സമയങ്ങളുണ്ട്. ഈ സമയങ്ങളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അത് നമ്മൾ എങ്ങനെയാണ് അതിനെ അതുമായിട്ട് എന്ത് ചെയ്യേണ്ടത്, കോപ്പപ്പ് വിത്ത് സ്ട്രാറ്റജീസ്, നല്ല സ്ട്രാറ്റജീസ് ആയിട്ട് എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്കൂൾസ് ആൻഡ് കോളേജസ്, വർക്ക് പ്ലേസസ്, അല്ലേ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ പല പ്രശ്നങ്ങളുണ്ടാവും. സപ്പോർട്ട് എംപ്ലോയീസ് വിത്ത് സ്ട്രെസ്, വർക്ക് പ്രഷർ ആൻഡ് കരിയർ ഗ്രോത്ത്. ഇപ്പോൾ പല വലിയ വലിയ സ്ഥാപനങ്ങളിലും പിന്നെ വർഷത്തിൽ 1-2 തവണകളൊക്കെ ആയിട്ട് കൗൺസിലിങ്ങുകളും അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളും വെക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വർക്ക് സ്ട്രെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇവരുടെ ഈ വർക്കിംഗ് ഇടയിൽ ഇപ്പൊ അവരുടെ മനസ്സിന് ജോലി നഷ്ടപ്പെട്ടു പോവുമല്ലോ എന്ന് പേടിച്ചിട്ട് പിന്നെ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന കുറേ വിഷമങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ജോലി നഷ്ടപ്പെടുന്നതിലുപരി അവർക്കത് പിന്നെ സൊല്യൂഷൻ കണ്ടെത്തേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു വർക്ക് പ്ലേസിലൊക്കെ നടത്തുന്ന കൗൺസിലിങ്ങുകൾ, ഫാമിലീസ് ആൻഡ് റിലേഷൻഷിപ്പ്, കുടുംബങ്ങളിൽ പിന്നെ മറ്റു ബന്ധങ്ങളിലൊക്കെ ഉള്ള പിന്നെ കൗൺസിലിങ്ങുകൾ, ഇതൊക്കെ ഇതിന്റെ വ്യത്യസ്ത രീതികളാണ്. പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽസ്, സാധാരണ രീതിയിൽ നമുക്ക് എല്ലാ കൗൺസിലിങ്ങും നമ്മൾ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് എന്നാണ് പറയുക, എല്ലാ കൗൺസിലിങ്ങിനും. കാരണം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് നടത്തുന്നത്. മറ്റുള്ള ആരോഗ്യത്തിന്, ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കാണുന്നത്. മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൗൺസിലിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൗൺസിലിങ്ങും മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിൽ അതിന്റെ കേസിന്റെ പിന്നെ ഡെപ്തും അതിന്റെ പിന്നെ തീവ്രതയും എല്ലാം കൂടി കണക്കിലെടുത്ത് അതിന്റെ രീതി വ്യത്യസ്ത രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നുള്ളത് അഡിക്ഷൻ റിക്കവറിയാണ്. മദ്യപാനം, അല്ലെ, മദ്യപാനം അതുപോലെ മറ്റു രാസലഹരി ഉപയോഗിക്കുന്നത്, മറ്റുള്ള എന്ത് കാര്യത്തിനും അതിലേക്കൊക്കെ അഡിക്റ്റ് ആവുമ്പോൾ, അത് മദ്യപാനം മാത്രമല്ല, മൊബൈൽ അഡിക്ഷൻ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അത് പ്രധാനമായിട്ടും കുറച്ച് പ്രായമുള്ള ആളുകളിലേക്കൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് മൊബൈൽ അഡിക്ഷനും മറ്റുള്ള പിന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അങ്ങനെ പലതും വരും. അതൊക്കെ നമുക്ക് പിന്നെ അഡിക്ഷൻ റിക്കവറി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. പിന്നെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ, ഏത് കാര്യമാവട്ടെ, ഹെൽപ്പ് പീപ്പിൾ ഓവർകം അഡിക്ഷൻ ടു ആൽക്കഹോൾ, ഡ്രഗ്സ് ഓർ അതർ ബാഡ് ഹാബിറ്റ്സ്. ചിലപ്പോൾ അത് പിന്നെ ആൽക്കഹോൾ ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ വല്ല ഡ്രഗ്സും ആയിരിക്കാം. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയും, എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ദുരുപയോഗം നടത്തിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഡ് ഹാബിറ്റിന്റെ അഡിക്ഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യിപ്പിക്കുന്ന കൗൺസിലിംഗ്. പിന്നെ മാരേജ് ആൻഡ് കപ്പിൾസ്, കല്യാണം കഴിക്കുന്നവർക്കുള്ളത്, കല്യാണം കഴിച്ചവർക്കുള്ളത്. കല്യാണം കഴിക്കുന്നവർക്കുള്ളതിനെ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് പറയുക. ഓക്കെ. നിങ്ങളുടെ കൂട്ടത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആ, പറ്റുന്നുണ്ട്. ഓക്കെ. എവിടുന്നാണ് അറ്റൻഡ്, പേരൊന്ന് പറയാം. പേര് പറഞ്ഞില്ല, എവിടുന്ന അറ്റൻഡ് ചെയ്ത്? ക്ലിയർ ആയില്ല. ഓൺലൈനാ? ചർച്ചിലെ? ഓക്കെ. ആ, ഓക്കെ ഓക്കെ. ചർച്ചിലെ ഓക്കെ 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 ഓക്കെ. നമുക്കത് പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് അപ്പോൾ പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, അതിനൊക്കെ കറക്റ്റ് റൂട്ട് ഉണ്ട്, ഓരോന്നിനും കറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഓരോ കൗൺസിലിങ്ങിനും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് പിന്നെ ഇപ്പോൾ ഒക്കെ വ്യാപിച്ചു വരുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മുടെ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി, അല്ലേ, അത് നമ്മുടെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ വളരെ പിന്നെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. പക്ഷെ ഇന്നത് ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവരും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗം തന്നെയാണ്, നമ്മുടെ ഇടയിലുള്ള ഒരു ടീമാണ് ആരാണെങ്കിലും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു ഫോം പോലും പൂരിപ്പിക്കുമ്പോൾ മുമ്പൊക്കെ എന്തായിരുന്നു സെക്സ് എന്നാണ് ചോദിച്ചിരുന്നത്, മെയിൽ ഓൺ ഫീമെയിൽ. പക്ഷെ ഇന്ന് ജെൻഡർ ആണ് ചോദിക്കുക, അല്ലേ, ജെൻഡർ, അല്ലേ, അങ്ങനെയല്ല? ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫോമുകളിൽ കൂടുതലും ജെൻഡർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ. കുറച്ച് മുമ്പ് വരെ ചോദിച്ചിരുന്നത് സെക്സ് എന്നാണ് ചോദിച്ചിരുന്നത്. മെയിൽ ഓർ ഫീമെയിൽ എന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചോദിക്കുന്നത് എന്താണ്, ജെൻഡർ ഏതാണ്.
അപ്പൊ ഇപ്പോഴൊക്കെ കേറുന്ന ആളുകളുണ്ടല്ലോ. ഓക്കെ, എനിവേ, അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ ലെസ്ബിയൻ, പിന്നെ എന്താണ് ഹോമോസെക്ഷൽ, അങ്ങനെ കുറേ വിഭാഗം ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ എന്താണ് കഴിഞ്ഞ ഖത്തർ ഒളിമ്പിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വലിയ വലിയ ചർച്ച ആയിരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവർക്കിടയിലുള്ള കൗൺസിലിംഗ്, അതും ഇപ്പോൾ എന്താണ് ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു ശാഖയാണ്. കുറച്ച് മുമ്പൊന്നും അത് കാര്യമായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇനി അങ്ങോട്ടൊക്കെ ഇതൊക്കെ ആവശ്യമായിരിക്കും. അതിനൊക്കെ ഓരോന്നിനും ഓരോ രീതിയാണ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും പിന്നെ ഏത് കൗൺസിലിംഗ് ആണെങ്കിൽ പോലും ഒരു കോമൺ ആയിട്ടൊരു തീം ഉണ്ടാവും. ആ തീമിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു 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 ഐഡിയോളജി ഉണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും. അതിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കൗൺസിലിംഗ് പോകുക. പക്ഷേ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വ്യത്യസ്ത രീതിയിലാണ് സമീപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കപ്പിൾ കൗൺസിലിംഗ് പിന്നെ ഫാമിലി കൗൺസിലിങ്ങും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഫാമിലിയിൽ മെമ്പേഴ്സ്, കപ്പിളിൻ്റെ കൂടെ മെമ്പേഴ്സ് വരുമ്പോൾ മക്കളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഫാമിലി കൗൺസിലിംഗ് ആയി. പിന്നെ അവർക്കിടയിൽ മക്കളിൽ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത കേസുകളാണെങ്കിൽ അത് വെറും കപ്പിൾ കൗൺസിലിംഗ് ആയിട്ട് മാത്രം മാറും. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആണെങ്കിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൃത്യമായ എന്താണ് ഒരു പിന്നെ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഓരോന്നിനും പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് ക്രൈസിസ് സപ്പോർട്ട്, പിന്നെ എന്താണ് ഒരു ജനങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് കൊടുക്കേണ്ട ക്രൈസിസ് സപ്പോർട്ടുകൾ. പിന്നെ അതോടൊപ്പം തന്നെ ഓൾഡ് ഏജ് കൗൺസിലിംഗ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾഡ് ഏജ് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നടന്നു, ഇപ്പോൾ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴൊക്കെ എന്തുണ്ട്, അത് കുറച്ചും കൂടിയൊക്കെ അതിന് പ്രാധാന്യം കൊടുത്ത് പ്രായമായവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒറ്റപ്പെടൽ, കുടുംബങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതും ഒറ്റപ്പെടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വാർദ്ധക്യം വരുമല്ലോ. മുമ്പേ വാർദ്ധക്യം വരുമായിരിക്കും, പക്ഷെ എങ്കിൽ പോലും ഒരു 55 വയസ്സ് വരെയൊക്കെ പിടിച്ചു വെക്കും മനുഷ്യൻ. പക്ഷെ 55 ആകുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ കുറേ പിന്നെ ഫീലിങ്ങുകൾ വരും. ആ ഫീലിങ് അത് നമുക്ക് ഓരോ പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ആ ഫീലിംഗ് വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ പലർക്കും കുട്ടികളുടെ ക്യാരക്ടറിലേക്ക് പോകും. എന്താ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊസസീവ് മൈൻഡ് ആയിരിക്കും പലപ്പോഴും കുട്ടികൾക്ക്. ഇത് എൻ്റെത് എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. പക്ഷെ കുറച്ച് പ്രായമാകുന്ന സമയത്ത് ഇത്തരം മൈൻഡിലേക്ക് മനുഷ്യൻ വരും. ചെറിയ ചെറിയ ചെറുപ്പകാലങ്ങളിലുള്ള ആഗ്രഹങ്ങളിലേക്ക് വരും. അപ്പോൾ ഒക്കെ നമുക്ക് അത് നമ്മുടെ വയസ്സാവേണ്ടവരാണ്, നമ്മുടെ ഇടയിലുള്ള ഒരാളാണ് വയസ്സായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ വലിയ ആളാണ്, ചിലപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് പിന്നെ കുറച്ചും കൂടി മോഡേൺ ആയ വസ്ത്രം ധരിക്കണം. മോഡേൺ മീൻസ് എന്താണ് പിന്നെ ചെറുപ്പക്കാരെടുക്കുന്ന വസ്ത്രം ധരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതെല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത്തരം ചിന്താഗതികൾ വരുമ്പോൾ അതിനെ കളിയാക്കി മാറ്റി നിർത്തി ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തരുത്. ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു പരിചയക്കാരൻ, സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഒരു ഏകദേശം ഒരു 54 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് അദ്ദേഹം എനിക്കൊരു ഒരു പിന്നെ വീഡിയോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പിന്നെ പാട്ട് പാടുകയാണ്. എവിടുന്ന പാട്ട് പാടുന്നത്? ടൗണിൽ നിന്ന് സ്വന്തമായി മൈക്കും സെറ്റും വാങ്ങിയിട്ട് പിന്നെ കരോക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം പാട്ട് പാടുകയാണ്. അങ്ങനെ നല്ല പാട്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല പാട്ട് മീൻസ് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പാടിയിട്ടുണ്ട്. ഞാൻ സപ്പോർട്ടൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസുകളും ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമുക്ക് അയച്ചു തരും. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വലിയ രീതിയിൽ അരോചകം ഉണ്ടാക്കി. അപ്പം മക്കൾ, അരോചകം മീൻസ് സ്വന്തം ഫാദറാണ്. ഇവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് വിട്ട് വരുന്ന സമയത്തൊക്കെ റോട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ഇങ്ങനെ പാട്ട് പാടുന്നു. അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തിന് ബക്കറ്റ് പിരിവൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും ചിലരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ചില പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ മക്കൾക്ക് ഭയങ്കര പ്രയാസം. മക്കൾ വീട്ടിൽ ഇയാളെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇയാൾ എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു പാഷനാണ് പാട്ട് പാടുക എന്ന് പറയുന്നത്. ഇത്രയും കാലം അതിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് മൈക്ക് സെറ്റൊക്കെ വാങ്ങി തന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് വില കൂടിയൊരു സാധനം വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു, പാടിക്കൊള്ളാൻ പറഞ്ഞു. കരോക്കെയൊക്കെ വെച്ച് പാടിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഭയങ്കര ഒരു പിന്നെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ പാടുന്നു. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം പാടുന്നു. ഇപ്പം രക്ഷിത കുട്ടികളും പിന്നെ ആദ്യം എതിർത്തു. മക്കൾ ആൺകുട്ടികളാണ്, വലിയ ആൺകുട്ടികളാണ്.
അവരെതിർത്തു. ഭാര്യയൊന്നും ആദ്യം എതിർത്തിരുന്നില്ല. പക്ഷേ ഈ മക്കളെ നിർബന്ധം എതിർപ്പ് കൊണ്ട് പിന്നീട് ഭാര്യയെ എതിർക്കാൻ തുടങ്ങി. പക്ഷെ ഇയാൾക്കാണെങ്കിൽ ഒഴിവാക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ അവസാനം നിർബന്ധ സാഹചര്യം കൊണ്ട് അയാളുടെ വലിയൊരു ഇഷ്ടമാണ്. ഇതൊരു മോശം പ്രോസസ്സൊന്നും ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു, നിങ്ങൾ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങുമ്പോഴാണ് ഈ മക്കൾക്ക് ഈ പ്രശ്നം. അപ്പം പക്ഷേ അദ്ദേഹം അതൊക്കെ നിർത്തി പിന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് പ്രോഗ്രാം വെക്കാൻ തുടങ്ങി. അക്ഷയ് അപ്പോഴും ഈ മക്കൾക്ക് എന്തോ എതിർപ്പ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ അത് അവസാനിപ്പിച്ചു. പക്ഷെ അത് അവസാനിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഒറ്റപ്പെടലും ശരീരം ഒരു വിറയലും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലുകളും ഒക്കെ ഇങ്ങനെ അവഗണനകൾ ഫീൽ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്തരം നല്ല കഴിവുകൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്ത് അതിനെ വളർത്താനുള്ള സാഹചര്യം മക്കൾ ഉണ്ടായി കൊടുക്കണം, അല്ലെങ്കിൽ സമൂഹം ഉണ്ടായി കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചെറിയൊരു ചാനലൊക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ തന്നെ സപ്പോർട്ടേഴ്സും ഫോളോവേഴ്സും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് അത് ഡെയിലി എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ അപ്ഡേറ്റ് ചെയ്ത് 10 ആളാണെങ്കിൽ 10 ആൾ കേൾക്കട്ടെ, അത് ഇഷ്ടമല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയുള്ളൂ, കുറച്ച് ഏജ് ആകുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കും. അപ്പം പലതും ചെയ്യും. അതൊന്നും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണം എന്നില്ല. ഓക്കെ. അപ്പോൾ അത്തരം ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവരാനും ഒക്കെ നമുക്ക് നല്ല ഓൾഡ് ഏജ് കൗൺസിലിംഗ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൗൺസിലിംഗ്. പല വ്യത്യസ്ത മേഖലകളാണ് കൗൺസിലിംഗ്. ഓരോ മേഖലക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഓക്കെ. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾ, നമ്മൾ ഈ കുട്ടികളെ വളർത്തുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഏജ് മനസ്സിലാക്കിയിട്ട് വളർത്തണം എന്നാണ് നമ്മൾ കൗൺസിലിങ്ങിൽ പ്രധാനമായിട്ടും പറയാറുള്ളത്. സൈക്കോളജിയിൽ എന്താ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഇപ്പോൾ 1 വയസ്സ് മുതൽ 2-3 വയസ്സ് വരെയുള്ളൊരു പ്രായം, ആ പ്രായം 2 വയസ്സ് വരെയുള്ള പ്രായം, ആ പ്രായത്തിൽ നിന്ന് നേരെ വ്യത്യസ്തമായിരിക്കും ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും. അത് കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് ഒരു LKG അല്ലെങ്കിൽ UKG ഒക്കെ പോയി തുടങ്ങുമ്പോഴേക്കും കുട്ടികളുടെ ക്യാരക്ടർ വീണ്ടും മാറും. ഒരു 4-5 വയസ്സ്, പിന്നെ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ലൊരു സെൽഫ് ഐഡന്റിറ്റി വരും. അവർ ഞാൻ സ്വന്തം ചെയ്തോളാം, എന്നെ എന്ത് ചെയ്യണ്ട, ചേർത്ത് നിർത്തണ്ട, എന്നെ കെട്ടിപ്പിടിക്കണ്ട, എനിക്ക് ഉമ്മ തരണം, മക്കൾ തന്നെ സ്വന്തമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എതിർത്ത് സംസാരിക്കുന്ന സ്വഭാവം വരും. അപ്പോൾ കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ മനസ്സിലാക്കിയിട്ട് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സുണ്ട്. ഓരോ വയസ്സിലും കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റം വളർത്തുക. ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ 4 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളുണ്ട് ഒരു രക്ഷിതാവിന്. 3 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് ചിലപ്പം 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സായിരിക്കും. ഒരു കുട്ടിക്ക് ചിലപ്പോൾ 6 വയസ്സുണ്ടാവും, ഒരു കുട്ടിക്ക് ഒരു 9 വയസ്സുണ്ടാവും. ഈ കുട്ടികൾക്ക് ഏജ് ഡിഫറൻ്റ് ആണ്. ഈ കുട്ടികളുടെ ക്യാരക്ടറിൽ ഡിഫറൻസ് ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. ഈ കുട്ടികളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവും, ഈ കുട്ടികളുടെ ഇടപഴകലിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ ഒരു രക്ഷിതാവ് 3 മക്കളുണ്ട്, ഏകദേശം 5 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെ ഇടയിലുള്ള 3 മക്കളാണെങ്കിൽ എല്ലാവരും ഒരുപോലെ വളരണം, ഒരുപോലത്തെ ചിന്താഗതിയാണെന്ന് രക്ഷിതാക്കൾ വിചാരിക്കരുത്. ചിലപ്പോൾ 6 വയസ്സും 7 വയസ്സുള്ള കുട്ടി രക്ഷിതാവിനോട് വളരെ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. 9 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി രക്ഷിതാവിൽ നിന്ന് അകലും. അപ്പോൾ അതുവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി അടുത്ത് നിർത്തിയിരുന്ന രക്ഷിതാക്ക് കുട്ടികളെ അകലുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ചീത്ത പറഞ്ഞ് 6 വയസ്സുള്ള കുട്ടി കൂടുതൽ ഇങ്ങനെ കൂടെ നിൽക്കുന്നത് പോലെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ അടുത്ത് നമ്മുടെ തന്നെ ബാച്ചിലൊരു രക്ഷിതാവ് നമ്മളോട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കുട്ടി ഒന്നും അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല. നമ്മൾ രക്ഷിതാവ് വീട്ടിൽ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, ഒന്നും. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തർക്കുത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം ടീനേജിൻ്റെ സമയമാണത്, 13 വയസ്സൊക്കെ ആയിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ് ടീനേജിൻ്റെ. ടീനേജോ 12 വയസ്സോ 11-12 വയസ്സ്. അപ്പോൾ പറയുന്ന എല്ലാം എതിർക്കുകയാണെന്ന്. അപ്പോൾ അത് ആര് പറഞ്ഞാലൊക്കെ കേൾക്കുകയെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, രക്ഷിതാവ് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ പലപ്പോഴും കുട്ടി ഇങ്ങനെ മൊബൈൽ ചോദിക്കുമ്പോൾ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഇങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ, ഇപ്പം പഴയതുപോലെയൊന്നും അല്ലല്ലോ, മൊബൈൽ ഉപയോഗം വളരെ കൂടുതലാണ്. കുട്ടികൾക്കെല്ലാം അറിയാം, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ സ്മാർട്ടായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ഏജ്ഡ് ആയ ആളുകൾ, ഒരു 90s ജനിച്ച ആളുകൾ, ഇപ്പോൾ ഏകദേശം 10-33 വയസ്സൊക്കെ ആയ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. കാരണം ഇത് അവരുടെ കാലഘട്ടത്തിലെ ടെക്നോളജിയാണ്. ഇത് നമ്മളത് കുറച്ചുകൂടി ഓൾഡാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും അവർ കൈകാര്യം ചെയ്യും. അത് പൂർണ്ണമായിട്ട് മാറ്റി നിർത്താനോ നമുക്ക് കഴിയില്ല, കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാനും കഴിയില്ല. പക്ഷെ അതിന് ഒരു കൺട്രോൾ ലിമിറ്റ് വെച്ചിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം ഈ രക്ഷിതാവ് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ പരമാവധി ലിമിറ്റ് വെക്കും. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, പിന്നെ മറ്റുള്ള വീട്ടിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ കണ്ടുകൊണ്ടേ ഇരിക്കുക, ചീത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും തട്ടിക്കയറി സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കിടയിൽ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് ഓരോ കുട്ടിയുടെയും 2 വയസ്സുകാരൻ എങ്ങനെയാണ്, 5 വയസ്സുകാരൻ എങ്ങനെയാണ്, 7 വയസ്സുകാരൻ്റെ സ്വഭാവം എന്തായിരിക്കും, 9 ആകുമ്പോൾ എന്തായിരിക്കും, 11 ആകുമ്പോൾ എന്തായിരിക്കും, 13ഉം 15ഉം 19ഒക്കെ ആകുമ്പോൾ എന്തൊക്കെയാണ് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരുവിധം പൂർണ്ണമായിട്ടൊന്നുമല്ല എങ്കിൽ പോലും നല്ല ശതമാനം നമുക്ക് ഇവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് കുറച്ച് പിന്നെ ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ നമ്മൾ ഇടപെടുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ അവർ അതിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, എതിർക്കും, അല്ലെങ്കിൽ അതിനോട് നമുക്ക് വെറുപ്പ് കാണിക്കും. അത് രക്ഷിതാവും കുട്ടിയും തമ്മിൽ വെറുപ്പുണ്ടാകുന്നുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും കുട്ടികളിങ്ങനെ തീരെ അടുക്കാതിരിക്കുമ്പോൾ ഭയങ്കര മാനസിക പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഓരോരുത്തർക്കും ഭയങ്കര ദുഃഖങ്ങൾ ഉണ്ടാകുന്ന കേസുകളൊക്കെ ഉണ്ട് മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരോട് ആ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടീച്ചറാണെങ്കിൽ സ്കൂളിൽ ഇത്തരം കുട്ടികളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മുടെ ഒരു കൗൺസിലർ ആണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിൽ വരുന്ന കുട്ടികളെ അവരുടെ ഏജ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സ്വർണോ വീഡിയോ ഓൺ ചെയ്യാത്തത് നെറ്റ്വർക്ക്. ആ, വീഡിയോ ഓൺ ചെയ്യാത്തത് പിന്നെ നിങ്ങൾ ചിലപ്പോൾ സൗണ്ട് ബ്രേക്ക് ആയി പോകുമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു കൗൺസിലർക്ക് വേണ്ട ക്വാളിറ്റീസ് ഉണ്ട്. നല്ല കുറേ ക്വാളിറ്റീസ് കൗൺസിലർക്ക് വേണം. അതിൽ ഓരോന്നോരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ബേസിക് ക്വാളിറ്റീസ് ഫോർ എ കൗൺസിലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ ഓഫ് എ കൗൺസിലിംഗ്, ഒരു കൗൺസിലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ നമ്മൾ ഓരോന്ന് ചർച്ച ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഷുഡ് possess a combination of personal traits, professional skills and achieve values of effective support clients. അതായത് ഒരു പ്രൊഫഷണൽ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന കേൾക്കുന്നില്ലേ? ഓക്കെ, ഒരു പ്രൊഫഷണൽ കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എപ്പോഴും പിന്നെ ഏറ്റവും ഒരു പ്രൊഫഷണൽ സ്കിൽഡ് ആയ ആളായിരിക്കണം. അപ്പൊ ഞാൻ വീണ്ടും നമ്മൾ ഈ പ്രൊഫഷണൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗൺസിലർ ആണെങ്കിൽ നമ്മളൊരു കൗൺസിലർ ജോലി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം. എന്തിനാ പ്രൊഫഷണൽ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗൺസിലിംഗ് നമുക്ക് എങ്ങനെയും നടത്താം. നമ്മൾ ബസ്സിൽ ഒരാളെ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ പിന്നെ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് പിന്നെ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു 2-3 മണിക്കൂർ നമ്മുടെ കൂടെ ഒരാളുണ്ട്, അയാൾ നമ്മളോട് വിഷമങ്ങൾ പറയുന്നു, നമുക്ക് കേൾക്കാം, നമുക്ക് കൗൺസിലിംഗ് നടത്താം. പക്ഷേ ട്രെയിനിലൊക്കെ വെച്ച് നമ്മൾ കേൾക്കുന്ന കൗൺസിലിംഗ്, നമ്മൾ നടത്തി കൊടുക്കുന്ന കൗൺസിലിങ്ങിന് അതിന് നമുക്കൊരു പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന രീതിയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ട്രെയിനിനകത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന കഥകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ കൗൺസിലിംഗ് നടത്താം, പക്ഷെ പ്രൊഫഷണൽ കൗൺസിലിംഗ് ആകുമ്പോൾ അതിന് കൃത്യമായ റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ലാസ്റ്റിംഗ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ, പല കഥകളും പറയും, കഥകൾക്കൊക്കെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കും. പക്ഷെ
ഏറ്റവും നല്ല രീതിയിൽ കൗൺസിലിംഗ് നടത്തണമെങ്കിൽ ആ ഒരു കൃത്യമായ റൂട്ടുണ്ട്. ആ റൂട്ട് അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് നല്ല ഏറ്റവും റിസൾട്ട്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് റിസൾട്ട് ആയിരിക്കണം, നന്നായിട്ട് നിലനിൽക്കുന്ന റിസൾട്ട് ആയിരിക്കണം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിലർക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി പറയാണ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തൊക്കെയാണ്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ തന്നെ കുറേ ക്വാളിറ്റീസാണ്. എന്തൊക്കെയാണ് നല്ല ക്വാളിറ്റീസ്? ഒന്ന്, എബിലിറ്റി ടു ലിസൺ ആക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് ഐഡിയാസ് ക്ലിയർലി. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും നന്നായിട്ട് കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ചിലരൊക്കെ നമ്മളോട് പറയാറില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞോ സൊല്യൂഷൻ ഒന്നും തരാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ നല്ലൊരു ശ്രോതാവെങ്കിലും ആയിക്കോളാം എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് അത് മതി. അവർ പറയുന്ന കഥകൾ ഇങ്ങനെ വിഷമങ്ങൾ കേട്ടുകൊടുത്താൽ തന്നെ കുറേ ആളുകൾ കുറേ പ്രശ്നങ്ങൾ തീരും. ഓക്കെ, അപ്പം നല്ല ആക്റ്റീവ് ലിസണിങ് അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു ലിസൺ ആക്റ്റീവ്ലി, വളരെ ആക്റ്റീവായിട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ കേൾക്കാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, കാരണം കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒന്നും പറയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും വരിക. പക്ഷെ നമ്മുടെ സമീപനം കൊണ്ട് അവരുടെ മനസ്സ് നമുക്ക് തുറപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുപാട് കഥകൾ പറയും. പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് കേട്ട് കൊടുക്കണം. വളരെ ആക്റ്റീവായി കൃത്യമായിട്ട് കേൾക്കണം. അത് കേട്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിൻ്റെ കാതലായ വശങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു മേമ്പൊടിയായിട്ട് പരിഹരിച്ച് കൊടുത്തു വിടാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിൻ്റെ റൂട്ട് കോസിലേക്ക് എത്താൻ കഴിയില്ല. രണ്ടാമത്തെ എന്താണ്? എന്താ പറഞ്ഞ? ഒന്ന്, എബിലിറ്റി ടു ലിസൺ ആക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് ഐഡിയാസ് ക്ലിയർലി. നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ കേൾക്കാനുള്ള കഴിവ്. രണ്ടാമത്തത്, നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഐഡിയകൾ വളരെ ക്ലിയർ ആയിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുക. ഓക്കെ, ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക വളരെ ക്ലിയർ ആയിട്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഹെൽപ്പ് ക്ലയൻസ് ഫീൽ ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. മാത്രമല്ല, ക്ലയൻറ്റ് ഇങ്ങനെ മുമ്പിൽ വന്നിട്ട് കഥ പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവണം, അയാൾക്ക് ഫീൽ ചെയ്യണം. ഈ പറയുന്ന കൗൺസിലർ, ഈ മുമ്പിലിരിക്കുന്ന കൗൺസിലർ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യാൻ മീൻസ് അയാൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അയാൾ മനസ്സ് തുറന്ന് ബാക്കി പറയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു യാന്ത്രികമായിട്ട് അങ്ങനെ കൗൺസിലിംഗ് നടക്കും. കൗൺസിലിംഗ് ഒക്കെ ഓക്കെ ആയിരിക്കും, പോവും, അവരും ഒരു 60% ഒക്കെ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷെ 100-ലേക്ക് അല്ലെങ്കിൽ ഒരു 80%-ലേക്കെങ്കിലും എത്തിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി വേണം. പിന്നെന്താണ്? എന്തൊക്കെയാണ് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? തുറന്നു പറയാനുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പാർട്സ് ഓഫ് ആക്റ്റീവ് ലിസണിങ് കേട്ടോ. നല്ലൊരു ശ്രോതാവായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്തൊക്കെയാണ്? ഗിവ് ഫുൾ അറ്റൻഷൻ, അല്ലേ? വന്ന് പറയുമ്പോൾ 100% നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും പോവുക. പക്ഷേ അവർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് കയ്യിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും. അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവും, നമ്മളത് കേൾക്കുന്നുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് കേൾക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന, വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാൾ നമ്മൾ പറയുന്നത് പോലെ അവർ കേൾക്കാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ കേൾക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സംസാരം പലപ്പോഴായിട്ട് നമുക്ക് നിർത്താൻ തോന്നും, അല്ലേ? അങ്ങനെ പകുതിയിൽ നിർത്തിക്കളയാം, മതി, അയാൾക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ ഒരു ഫീലിംഗ് വരും. അതിന് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോൾ ക്ലയൻറ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ആണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്രശ്നങ്ങളുമായിട്ടായിരിക്കും പലരും വരിക. ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെ പ്രശ്നത്തിൻ്റെ തീവ്രത എത്രത്തോളം ഡെപ്താണ് നമുക്ക് മനസ്സിലാകുക. ഓക്കെ, അപ്പോൾ ഇത്തരം വലിയ വിഷമം ഭാരമായിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ അറ്റൻഷൻ കൊടുക്കാതെ, അവർ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മാത്രം പോരാ, അത് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് ഇരുന്നെങ്കിൽ മാത്രമേ അതിന് ഏറ്റവും ഡെപ്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുള്ളൂ. ആ ഡെപ്തിലേക്ക് പോകാതെ നമുക്ക് മേലേറ്റുള്ള പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. നമുക്ക് പിന്നീട് ഓരോ എന്ത് ചെയ്യാം, ഉദാഹരണ സഹിതം പറയാം.
പിന്നെന്തൊക്കെയാ? ഗീവ് ഫുൾ അറ്റൻഷൻ, നല്ല അറ്റൻഷൻ കൊടുക്കണം. എന്തൊക്കെയാണ് നല്ല അറ്റൻഷൻ കൊടുക്കുമ്പോൾ? സ്റ്റോപ്പ് ഡൂയിങ് അതർ തിങ്സ്. നമ്മൾ മറ്റെന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കളയുക, അത് നിർത്തുക. ഓക്കെ. പിന്നെന്താണ്? ലുക്ക് അറ്റ് ദ പേഴ്സൺ, ആ വ്യക്തിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കുക. ഫോക്കസ് ഓൺലി ദം, അല്ലേ? ആ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ മാത്രമല്ല, യൂസ് ബോഡി ലാംഗ്വേജ്, നല്ല ബോഡി ലാംഗ്വേജ്. എന്താണ്? സിറ്റ് ഫേസിങ് ദം. ഒരു പിന്നെ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി ഇരിക്കാൻ ശ്രമിക്കുക. മേക്ക് ഐ കോണ്ടാക്ട്, നല്ല ഐ കോണ്ടാക്ട്. നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന രീതിയിൽ അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുക, ക്ലോക്കിലേക്ക് നോക്കുക, മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് നോക്കുക, ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്ക് ഒന്ന് വാട്സപ്പ് ഒന്ന് തോണ്ടി വെക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ്. ഇവരിങ്ങനെ കാര്യമായിട്ട് പറയുമ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യും. പിന്നെന്താണ് ചെയ്യേണ്ടത്? സിറ്റ് ഫേസിങ് ദം, അവർക്ക് നേരിട്ട് ഫേസ് ചെയ്തിരിക്കുക. മേക്ക് ഐ കോണ്ടാക്ട്, നല്ല ഐ കോണ്ടാക്ട് കൊടുക്കുക. പിന്നെന്താണ്? നോഡ് യുവർ ഹെഡ് ടു ഷോ യു ആർ ലിസണിങ്. മാത്രമല്ല, നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തലയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, ആട്ടി കൊടുക്കുക, സമ്മതിച്ചു കൊടുക്കുക. ഇതൊക്കെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതൊരു ആക്റ്റീവ് ലിസണിങ് ആയിട്ട് മാറുള്ളൂ. പിന്നെന്താണ്? സ്മോൾ വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സപ്പോർട്ടിങ് വേർഡുകൾ കൊടുക്കുക. സേ, എന്താണ്? ഐ സി, ഓക്കെ, ഗോ ഓൺ, ഐ അണ്ടർസ്റ്റാൻഡ്, അല്ലേ? ഇതൊക്കെ പറയാം. ഇടയ്ക്ക് എന്താണ്? വിഷമമൊക്കെ പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ റിപ്പീറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്, നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എന്താ എങ്ങനെ? പിന്നെ ഒരാൾ നമ്മളോട് വിഷമം പറയാണ്. ഇപ്പം എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ മാനേജർ എന്നെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് 10 മണിക്ക് എത്തിയാൽ മതിയെങ്കിൽ പോലും ഞാൻ 8 മണിക്ക് തന്നെ എത്തും. എനിക്ക് 4 മണിക്ക് പോവാം, പക്ഷെ എപ്പോഴും ഞങ്ങളെ വീണ്ടും ജോലി ചെയ്യിപ്പിച്ച് 5 മണി വരെ നിർത്താറുണ്ട് എന്നിങ്ങനെ കഥ വിഷമം പറയുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മാനേജർ നിങ്ങളെ അത്രയും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ അവർ പറയുന്നതിനൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൂടുതൽ അവർക്ക് മനസ്സ് തുറന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? സേ ബാക്ക് വാട്ട് ദേ സെഡ്, അവർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? സേ ബാക്ക്, തിരിച്ചു പറയുക. അതേപോലെ തന്നെ എന്താണ് അവർ പറഞ്ഞ പോലെ തന്നെ നല്ലതല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ആക്റ്റീവ് ലിസണിങ് കൂടി ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നല്ല കമ്മ്യൂണിക്കേഷൻ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും നന്നായിട്ട് കേൾക്കാൻ കഴിയുന്ന ആളാണ് ഏറ്റവും നല്ല കൗൺസിലർ. ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഏറ്റവും നല്ല കൗൺസിലർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ഓക്കെ, രണ്ടാമത്തെ എംപതി ആൻഡ് കമ്പാഷൻ. എന്താണ് എംപതി, എന്താണ് സിമ്പതി? ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. സോർണോ, കേൾക്കുന്നില്ലേ? ഓക്കെ, എന്താണ് എംപതി, എന്താണ് സിമ്പതി? ആരെങ്കിലും പറയോ? ദയ. ഏ ഓക്കെ, സഹതാപം. ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. പറഞ്ഞ ഏറെക്കുറെ ശരിയാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു നമ്മൾ എന്താണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, എവിടെയെങ്കിലും നിൽക്കുന്നു. 2 കാലും ഇല്ലാത്ത ഒരാള് നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അയാളെ സിമ്പതിയോടുകൂടി നോക്കുന്നതാണോ എമ്പതിയോടുകൂടി നോക്കുന്നതാണോ അയാൾക്ക് കൂടുതൽ ഇഷ്ടം? എന്തായിരിക്കും? ആ, അതാണ് അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അതായത് ഒരു മനുഷ്യന് പ്രയാസമുണ്ട്, എങ്കിൽ അയാളെ നമ്മൾ സിമ്പത്തറ്റിക് ആയിട്ട് നോക്കി, സിമ്പതിയോടുകൂടി നോക്കി കഴിഞ്ഞാൽ അത് അയാൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാവും. കാരണം ഇപ്പോൾ 2 കാലും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അയാളെ അയ്യോ പാവട്ടോ എന്ന രീതിയിൽ നമ്മൾ അയാളുടെ മുഖമൊക്കെ ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കിയാൽ അയാൾക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം അയാൾ അത് ആഗ്രഹിക്കുന്നില്ല. അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അയാളുടെ കുറവിലേക്ക് നോക്കാതിരിക്കാനാണ്. നേരെ മറിച്ച് നമ്മൾ എമ്പതി എന്ന് പറഞ്ഞാൽ എമ്പതി സിമ്പതി ഇതേ ഉള്ളൂ. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരാളോട് ഒരു ദയ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ അതിന് സിമ്പതി എന്ന് പറയും. പക്ഷെ എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ പ്രശ്നം നമ്മുടെയും കൂടി പ്രശ്നമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിന്റെ ഭാഗമായി മാറാൻ ശ്രമിക്കുക. ഇതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ചു കൊടുക്കാനും അതിന് വിഷമത്തോടു കൂടി നോക്കാതെ, ഇപ്പോൾ എനിക്ക് മുമ്പ് ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ +2 ഒക്കെ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു എൻ്റെ കൈ ഒടിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു, 2 എല്ലും പൊട്ടി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. പിന്നെ ഒരു ഡോക്ടർ, വളരെ നല്ലൊരു ഡോക്ടർ, ഇത് പിന്നെ എക്സ്റേ എടുത്തിട്ട് എന്ത് ചെയ്തു, അവരുടെ മുമ്പിൽ പിന്നെ ആ സ്ക്രീനിൽ ഇതിൻ്റെ എക്സ്റേ ഇങ്ങനെ വെക്കുകയാണ്. അപ്പം ഞാനും കാണുന്നുണ്ട് അത്. അപ്പം ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പം ഞാനിത് കാണുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ അവിടെ പൊട്ടുണ്ട്, 2 പൊട്ടുണ്ട് കയ്യിന്. പിന്നെ കയ്യിൻ്റെ എന്താണ് നമ്മുടെ ജോയിൻ്റെ ഭാഗത്ത് ആ കിണിപ്പുകളൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അയാൾ അത്ര രീതിയിൽ അങ്ങ് പറയും, ഒറ്റയടിക്ക് കാര്യത്തിൽ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു. ആ സമയത്ത് ഒരു തരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഞാനും അത് എന്ത് ചെയ്തില്ല, എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് എൻ്റെ കയ്യിനും ശരീരത്തിനും തലക്കൊക്കെ ഒരു വേദന അങ്ങ് കൂടി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്ത് നിൽക്കുന്ന സിസ്റ്റർ നേഴ്സ് ഇത് കണ്ടിട്ട് അതിലേക്ക് നോക്കിയിട്ട് അയ്യോ ഓ എന്നിങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര വിഷമത്തിൽ. അവരെ മുഖവും എല്ലാം കൂടി കണ്ടപ്പോഴാണ് ഞാൻ ആകെ പേടിച്ചു പോയത്. അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഡോക്ടർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാനും വളരെ സിമ്പിളായിട്ട് എടുത്തു. അതിങ്ങനെ കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്, പൊട്ടി 2 ഭാഗമായിട്ട് കിടക്കുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്കതൊരു ഫീലിംഗ് ആയിട്ട് തോന്നിയില്ല, കയ്യിന് കാര്യമായിട്ട് വേദന തോന്നിയില്ല. പക്ഷേ ഞാൻ അറിയാതെ ഈ നഴ്സിനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവരെ കണ്ണും മുഖവും കൂടി കണ്ടതോടുകൂടി എൻ്റെ വേദന കൂടി. എനിക്ക് ഭയങ്കര വേദനയായി, കാലിൻ്റെ വിരൽ മുതൽ തല വരെ വേദനയായി. അപ്പോൾ ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിനെ നമ്മൾ സിമ്പതി എന്നാണ് പറയുക. സിമ്പതി അല്ല ശരിക്കും വേണ്ടത്, നമ്മൾ എമ്പതി ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ക്ലയൻസ് ഇമോഷൻ വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഒരു ക്ലയന്റിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ സമീപിക്കുക, അതിന്റെ കൂടെ നിൽക്കുക. ക്രിയേറ്റിംഗ് എ സേഫ് സപ്പോർട്ടീവ് സ്പേസ് ഫോർ ദം ടു എക്സ്പ്രസ് ദംസെൽസ്. അവർക്ക് എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ്, അവർക്ക് ഒരു സേഫ് ആയ ഒരു എൻവയോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? സമയമായിട്ടുണ്ടല്ലോ. ഓക്കെ, 9:05 നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞിട്ട് ആ നോട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇങ്ങനെ ഷെയർ ചെയ്യാം. അതിലോരോന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡ് പറഞ്ഞു പോവാം പെട്ടെന്ന് കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. പേഷ്യൻസ് ആൻഡ് ടോളറൻസ്, നല്ല ക്ഷമ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഘട്ടത്തിൽ നമുക്ക് ഓരോ ചർച്ച ചെയ്യാം. ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പിന്നെ നല്ല ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സുദീർഘമായിട്ട് ഇരിക്കേണ്ടി വരും. ഒരു കേസിന് ചിലപ്പോൾ നമ്മൾ 10 15 സിറ്റിംഗ് ഒക്കെ ഇരിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. എന്ന് കരുതിയിട്ട് നമുക്ക് പകുതിയിൽ നിർത്തി പോകരുത്. ക്ഷമ അത്യാവശ്യമാണ്. പിന്നെ നല്ല ടോളറൻസ് വേണം. പിന്നെ എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലേ, എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ, സഹവർത്തിത്വം, എന്തായാലും മലയാളത്തിൽ പറയാം, പോട്ടെ, സഹനം. പിന്നെ 4-മത്തത് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മളുടെ പ്രോബ്ലം സോൾവിങ് ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിലായിരിക്കണം, ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ലളിതമായി, എന്നാൽ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത്. പിന്നെ സെൽഫ് അവയർനെസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഓരോരുത്തരും സെൽഫ് അവയർനെസ് കൊടുക്കണം. എനിക്ക് നല്ല കഴിവുള്ള ആളാണ്, ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയണം. പിന്നെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് ഓപ്പൺ മൈൻഡ്നെസ്. നമുക്കും നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. കൾച്ചറൽ സെൻസിറ്റീവ്, പലതരം ആളുകളും പല ഫീൽഡിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും, പല കൾച്ചറുള്ള ആളുകളായിരിക്കും, പല സ്വഭാവമുള്ള ആളുകളായിരിക്കും, പല വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, പല അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പോൾ അത് പിന്നെ അവരുടെ ജോലി ചിലപ്പോൾ റഫ് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, വളരെ റഫ് ജോലികൾ, ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടാവും. അവരുടെ സംസാരം, ഇപ്പോൾ പോലീസ് അല്ലേ, ഒരു പോലീസുകാരൻ പിന്നെ പോലീസുകാരൻ അത്ര സാധാരണക്കാരനെ പോലെ ആയിരിക്കില്ല, കുറച്ച് റഫ് ജോബാണ് അവരുടെ ജോബിൽ ഉണ്ടാകുന്ന. അവർക്ക് പ്രത്യേകിച്ച് ഒരു SI ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം രാവിലെ അദ്ദേഹം സ്റ്റേഷനിലേക്ക് എത്തലോട് കൂടിയിട്ട് തന്നെ പ്രശ്നങ്ങളാണ്. ഇതിങ്ങനെ ഫേസ് ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. പല കേസുകളാണ്. ആരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാർ എന്തൊക്കെയാണ് വിശേഷം, ഞാൻ വെറുതെ വിശേഷം അന്വേഷിക്കാൻ വന്നാന്ന് പറയില്ലല്ലോ. ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ പറയാനാണ്. അപ്പോൾ രാവിലെ മുതലേ കംപ്ലീറ്റ് കേൾക്കുന്നത് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, റഫായിരിക്കും.
അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാൾ ഞാൻ കൗൺസിലിങ്ങിന് വരുമ്പോൾ അയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി എടുക്കാൻ പറ്റൂല. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൗൺസിലിങ്ങിന് വരുമ്പോൾ പലരും പറയുന്ന കഥകൾ ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മൾ കേൾക്കുക പോലും ചെയ്യാത്ത കഥകളായിരിക്കും, വിഷമങ്ങളായിരിക്കും. അത് കേൾക്കുമ്പോൾ അവരെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ആ നേരത്തെ നഴ്സിൻ്റെ കഥ പറഞ്ഞ പോലെ ഇങ്ങനെ വിഷമത്തോടു കൂടി കേൾക്കുക നിന്നാൽ അവർക്ക് നമ്മളോട് തുറന്നു പറയാൻ കഴിയില്ല. കാരണം അവരെ വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ അതിനേക്കാൾ വിഷമത്തോടു കൂടി കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പകുതിയിൽ നിർത്തിയിട്ട് അവർ പോകും. ഇയാൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. പിന്നെന്താണ്, സ്ട്രോങ് എത്തിക്കൽ വാല്യൂസ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, നേരത്തെ പറഞ്ഞ തന്നെയാണ്. എത്തിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്തിക്സ് കീപ്പ് ചെയ്യൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദെൻ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പേഷ്യൻസ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻ്റൽ ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തുണ്ടാകരുത്. എത്ര വലിയ ക്രിമിനൽ ആണെങ്കിൽ പോലും കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള അയാളെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ കൗൺസിലിങ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ റെസിലിയൻസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ക്യൂരിയോസിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ക്യൂരിയോസിറ്റി ലൈഫ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പിന്നെ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ സമയവും മാക്സിമം അപ്ഡേറ്റഡ് ആയിരിക്കണം. പഴയ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ ക്ലയൻറ്റിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. പുതിയ പുതിയ അപ്ഡേഷൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ പറയുന്നതും അവരുടെ ഇടപെടലുകളും. നമ്മളിങ്ങനെ ട്രഡീഷണലായിട്ട് കേൾക്കുന്ന സംഭവമൊന്നും ആയിരിക്കില്ല. പുതിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ പിന്നെ അവർ വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കും. നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ വരൂല. അവരുടെ റൂട്ടിൽ നിന്ന് അവരെ മനസ്സിലാക്കിയിട്ട് കൗൺസിലിംഗ് കൊടുക്കുമ്പോഴേ അത് റിസൾട്ട്ഫുൾ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് നല്ല നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. മാക്സിമം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഏറ്റവും ബേസിക് ക്വാളിറ്റീസ് ഓഫ് എ കൗൺസിലർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഞാനിത് ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാത്ത നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. പിന്നെ പരമാവധി എല്ലാവരും നേരത്തെ വരണം. പിന്നെ സമയം വൈകരുത്. സമയം വൈകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ടി വരികയാണ്. ഓക്കെ. നാളെ മുതൽ നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഓക്കെ. എന്നാ ഓക്കെ. എന്നാൽ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. വെൽക്കം വെൽക്കം.